വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ കവർന്നെടുക്കാൻ വന്നാൽ ആ വന്നത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകൂ, തിരിച്ചു പോക്കുണ്ടാകില്ല. ഇന്നെന്നാൽ ഇന്ത്യയുടെ 2ാം സ്വാതന്ത്ര്യ സമരത്തിന് സന്ദർഭമാണ്. ഈ ഇന്ത്യ ഉണ്ടാകണം. ഇന്ത്യ ഉണ്ടായാലേ ഇന്ത്യക്കാരായ നമ്മൾ ഉണ്ടാകൂ. ഇന്ത്യ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ചോദ്യം ഇന്ന് പ്രസക്തമായിരിക്കുന്നു. 2024 ഏപ്രിൽ മെയ് മാസത്തിൽ ഇന്ത്യയിൽ പുതിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വർഗീയ ഫാസിസ്റ്റുകൾ ഇന്ത്യയുടെ ഭരണകൂടം പിടിച്ചെടുത്താൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഭയമുണ്ട്. നമ്മുടെ ഭരണഘടന ഉണ്ടാകുമോ എന്ന് നമുക്ക് ഭയമുണ്ട്. RSSും BJPയും സംഘപരിവാർ ശക്തികൾ പുതിയ ഭരണഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ഭരണഘടനയുടെ എഴുത്തുകൾ ആരംഭിച്ചിരിക്കുന്നു. ആ ഭരണഘടനയെല്ലാം മതാധിഷ്ഠിത രാജ്യമാക്കാൻ പോകുന്ന ഭരണഘടനയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന് തൃശ്ശൂർ ഉണ്ടാകുന്നതിന് മുമ്പ്, ഐക്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് AD 52 തൃശ്ശൂരിൽ കടൽ മാർഗം വിശുദ്ധനായ തോമസ് ലീഗ കടൽ മാർഗം അഴീക്കോട് കൊടുങ്ങല്ലൂർ വന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് മാലിക് ദീനാർ കടൽ മാർഗം കൊടുങ്ങല്ലൂർ അഴീക്കോട് വന്നതും മാലിക് ദീനാർ വന്നതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. ഇവിടെ ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനുമെല്ലാം എല്ലാ പരമദാനം വിരിച്ചത് ഇവിടെ ജീവിച്ചിരുന്ന മറ്റു മതവിശ്വാസികളാണ്, പ്രത്യേകിച്ചും ഹൈന്ദവ മതവിശ്വാസികളാണെന്ന കാര്യം അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് നമ്മുടെ സ്നേഹം, അതാണ് നമ്മുടെ സഹിഷ്ണുത, അതാണ് നമ്മുടെ ആതിഥേയ മര്യാദ. ആ സ്നേഹവും സഹിഷ്ണുതയും സ്വീകരിക്കപ്പെടുന്ന ഒരു മണ്ണാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്ന ക്രൈസ്തവ മതത്തിനും ഇസ്ലാം മതത്തിനുമെല്ലാം ആ മതവിശ്വാസ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അടിസ്ഥാനങ്ങളും നൽകിയത് ഇവിടെയുള്ള മറ്റ് മതസ്ഥരാണ്, പ്രത്യേകിച്ചും ഹൈന്ദവ മതവിശ്വാസികൾ ഉൾപ്പെടെയാണ്. ആ പാരമ്പര്യം നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ആ പാരമ്പര്യം നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ തൃശ്ശൂരിൽ ചിലരിന്ന് വന്നിരിക്കുകയാണ്. ഒന്ന് പാലയൂർ സെയിന്റ് തോമസ് ചർച്ച്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ചതാണ് പാലയൂർ സെയിന്റ് തോമസ് ചർച്ച്. ആ AD 52 കാലത്ത് അന്ന് 7 ദേവാലയങ്ങൾ സെയിന്റ് തോമസ് ഈ തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടായി. അന്ന് തൃശ്ശൂർ ഉണ്ടായിട്ടില്ലെന്ന കാര്യം പറഞ്ഞല്ലോ. ഐക്യ കേരളം ഉണ്ടായിട്ടില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അന്ന് 7 പള്ളി ഉണ്ടാക്കിയപ്പോ ആ പള്ളിയിൽപ്പെട്ട ഒന്നാണ് പാലയൂർ സെയിന്റ് തോമസ് പള്ളി. ആ പാലയൂർ സെയിന്റ് തോമസ് പള്ളിയെ ചിലരിന്ന് പറയുന്നു ഞങ്ങളത് എടുക്കും, അത് ഞങ്ങളുടേതാ എന്ന് പറഞ്ഞ് ചിലർ പാലയൂർ പള്ളിക്ക് നേരെ വിരലും ചൂണ്ടി വരുന്നുണ്ട്. ആ പാലയൂർ പള്ളിക്ക് നേരെ വിരൽ ചൂണ്ടി വരുന്ന വർഗീയ ഫാസിസ്റ്റുകളോട് മഹാത്മാഗാന്ധിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇന്ത്യക്കും ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ മറ്റ് വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ കവർന്നെടുക്കാൻ വന്നാൽ ആ വന്നത് മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകൂ, തിരിച്ചു പോക്കുണ്ടാകില്ല എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞില്ല, തൃശ്ശൂരിലെ പുത്തൻപള്ളി നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പഴക്കമുള്ള പുത്തൻപള്ളിയാണ്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് തൃശ്ശൂര് ഏറ്റവും മനോഹരമായി വിഭാവന ചെയ്ത ഒരു സ്ഥലമാണ് നഗരം. എല്ലാ മതസ്ഥരെയും ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. ക്രൈസ്തവ മതവിശ്വാസികളെ, ഇസ്ലാം മതവിശ്വാസികളെ, യൂതമതവിശ്വാസികൾ, വ്യത്യസ്തരായ എല്ലാവരും കൊണ്ടുവന്നു. ഓരോരുടെയും പാരമ്പര്യത്തിനനുസരിച്ച് സ്ഥലങ്ങൾ നിശ്ചയിച്ചു. അന്ന് ആ സ്ഥലങ്ങൾ നിശ്ചയിച്ചപ്പോ തുണിക്കച്ചവടം നടത്താൻ പാരമ്പര്യമുള്ളവർക്ക് അതിനുള്ള സ്ഥലം കൊടുത്തു. അരിക്കച്ചവടം നടത്താൻ പാരമ്പര്യമുള്ളവർക്ക് അതിനുള്ള സ്ഥലം കൊടുത്തു. മത്സ്യക്കച്ചവടം നടത്താൻ പാരമ്പര്യമുള്ളവർക്ക് അതിനുള്ള സ്ഥലം കൊടുത്തു. മാംസക്കച്ചവടം ചെയ്യാനുള്ളവർക്ക് അതിന് വേറെ കൊടുത്തു. പച്ചക്കറി കച്ചവടം ചെയ്യാനുള്ളവർക്ക്, വെജിറ്റബിൾ കൃഷി വിൽക്കുന്നവർക്ക് അതിനുള്ള സ്ഥലം കൊടുത്തു. ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ആഭരണങ്ങൾ വിതരണം ചെയ്യുന്നവർക്കും കൃത്യമായും പ്ലാൻ ഉണ്ടാക്കി. ഇന്നത്തെ പോലെ ശാസ്ത്രവും സയൻസും സാങ്കേതിക വിദ്യകളും എഞ്ചിനീയറിംഗും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിന് പ്രത്യേകമായ വിഭാവനകൾ ഉണ്ടാക്കിയത്. തമ്പുരാൻ കൊണ്ടുവന്നവർക്ക് ആരാധനകൾ നടത്തുവാനുള്ള സ്ഥലങ്ങളും തമ്പുരാൻ കൊടുത്തു. ഇന്ന ആൾക്ക് ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ചർച്ച് വെക്കാം, ഇന്നിടത്ത് നിങ്ങൾക്ക് മോസ്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇന്ന രീതിയിൽ ഇന്നിടത്ത് ഇന്ന ആരാധന ഉണ്ടാക്കാം. അങ്ങനെ
നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകമുള്ള പുത്തൻ പള്ളി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ഹിന്ദു ഫാസിസ്റ്റുകൾ കോടതിയിൽ പോലും കേസുമായി വന്നിരിക്കുകയാണ്. ഞങ്ങൾ അവരോടും പറയുന്നു, ഇത് തൃശ്ശൂരാണ്. തൃശ്ശൂരാണെന്ന കാര്യം തൃശ്ശൂരിന്റെ ഭാഷയിലും ശൈലിയും പറയാണ്. വരേണ്ട, ഇങ്ങോട്ട് വരേണ്ട. ഇത് സാംസ്കാരിക തലസ്ഥാനം മാത്രമല്ല, ഇത് മത സാഹോദര്യത്തിന്റെയും മത സഹിഷ്ണുതയുടെയും മണ്ണാണ്. ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ അപ്പനപ്പൻ മുത്തപ്പൻ മുത്തപ്പന്റെ അപ്പാപ്പന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്, ആര് അതിഥിയായി വന്നാലും വരുന്ന അതിഥികളെയെല്ലാം ഇരു കൈയും നീട്ടി അവർക്ക് താലം നൽകി അവരെ സ്വീകരിക്കണം, വെള്ളി താലത്ത് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചത് ഞങ്ങളുടെ മുത്തപ്പന്റെ ഇനി പറയാൻ അപ്പുറത്തുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള അപ്പൂപ്പന്മാർ പഠിപ്പിച്ചതാ. ആ മണ്ണിൽ വന്ന് പുത്തമ്പള്ളി ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പുത്തമ്പള്ളിക്ക് നേരെ കോടതിയിൽ പോയി ആ പുത്തമ്പള്ളി പിടിക്കാൻ വന്നാൽ, നേരത്തെ പാലയൂർ സെയിന്റ് തോമസ് ചർച്ചിനെ പറ്റി പറഞ്ഞതുപോലെ വരാനുള്ള ഓർമ്മയെ ഉണ്ടാകൂ, കാല് വെക്കുന്നതേ ഓർമ്മയുണ്ടാകൂ. തിരിച്ചു പോകാൻ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം, കോൺഗ്രസ് ഉള്ളിടത്തോളം കഴിയില്ല. ഞങ്ങളിലുണ്ട് ഹൈന്ദവ രക്തം, ഞങ്ങളിലുണ്ട് ഇസ്ലാം രക്തം, ഞങ്ങളിലുണ്ട് ക്രൈസ്തവ രക്തം. ഞങ്ങളിലുള്ളത് ഒപ്പം മാനവ രക്തമാണെന്ന് വർഗീയ ഫാസിസ്റ്റുകളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ ഈ ജാഥ. ഞങ്ങളെല്ലാ മതങ്ങളെയും ഈ സ്നേഹ സന്ദേശ യാത്രയ്ക്ക് വേണ്ടി സ്നേഹഗീതങ്ങൾ എഴുതിയ ആളുകൾ മലയാളത്തിലുണ്ടായി. ആരൊക്കെയാണെന്നറിയാമോ? മഹാനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രിയങ്കരനായ റഫീഖ് അഹമ്മദ്, ആദരണീയായ ഹരി നാരായണൻ, പ്രിയങ്കരനായ വയലാർ മലയാളികളുടെ ലോകത്തിന്റെ അഭിമാനമായ വയലാർ രാമവർമ്മയുടെ പുത്രൻ വയലാർ ശരത്ചന്ദ്ര വർമ്മ. ഇവരെല്ലാം കോൺഗ്രസ്സുകാരാണോ? ഇവരെല്ലാം UDF-കാരാണോ? അവരാണ് ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള സ്നേഹഗീതങ്ങൾ എഴുതിയത്. സംഗീതം കൊടുക്കാനും മറ്റൊരു പുരോഗമനവാദി വന്നു, ശാന്തർണൻ. ഇതെല്ലാം ജോസ് വള്ളൂരിന്റെ അധ്യക്ഷതയിൽ ഇതെല്ലാം റിലീസ് ചെയ്തത് തൃശ്ശൂർക്കാരനായ മലയാളിയായ ശ്രീ സത്യൻ അന്തിക്കാടാണ്. എന്തുകൊണ്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാരായ വയലാർ ശരത്ചന്ദ്ര വർമ്മയും റഫീഖ് അഹമ്മദും ഹരിനാരായണനും, അതിലല്ലെങ്കിൽ പോലും പുരോഗമന മനസ്സുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഈ സ്നേഹ സന്ദേശ യാത്രയിൽ ഞങ്ങളുടേതായ ഒരു പങ്ക്, വരി കൊണ്ടാണെങ്കിൽ വരി കൊണ്ട്, ചിന്ത കൊണ്ടാണെങ്കിൽ ചിന്ത കൊണ്ട്, എഴുത്തുകൊണ്ടാണെങ്കിൽ എഴുത്തുകൊണ്ട് ഞങ്ങളുമുണ്ട് ഈ സ്നേഹ സന്ദേശ യാത്രയിൽ എന്ന് അവർ പറഞ്ഞു. പിന്നെ നമുക്ക് പിന്മാറാൻ പറ്റുമോ?